ഏവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കളക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്രക്കിൻ്റെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം കോട്ടൺ അജ്രക്കിൻ്റെയൊക്കെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പിന്നെയും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്തി എന്ന് പറയുന്നത്. പ്യുവർ അജ്രക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഫുൾ റെയിൻബോ ബീഡ്സും മിറേഴ്സും ത്രെഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവിൽ വന്നിട്ട് ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല, പക്ഷേ സീ ത്രൂ അല്ല കേട്ടോ. സ്ലീവ് 3/4 ആണ് വരുന്നത്. 47ഓളം ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ടോപ്പിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഈ ഒരു വർക്കിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, റെയിൻബോ ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു പ്രിൻ്റാട്ടോ ഇത് അജ്രക്കിൻ്റെ. അപ്പോൾ ഈ ഒരു അജ്രക്കിൽ മെയിൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റെയിൻബോ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്പൺ ചെയ്തൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നല്ല 48 ലെങ്ത് ഉണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ആണ്, വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ഈ ഒരു യോക്ക് പോർഷനിലാണ് മെയിൻ വോക്കും കാര്യങ്ങളും വരുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തന്നെ ഇത് തന്നെ റെയിൻബോ ബീഡ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വോക്കും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ഷെയ്ഡൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ്. അതിൽ യോക്കിൽ നല്ല ഇതായിട്ട് ഹാൻഡ് വർക്കും കാര്യങ്ങളാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെയാണ് വരുന്നത്. നല്ല റെയിൻബോ ബീഡ്സും മിറേഴ്സും ഒക്കെ വന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. സ്ലീവ് 3/4 ആണ്. ഇതുപോലൊരു യോക്ക് ഏരിയ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ റെയിൻബോ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. ലെങ്ത്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ആണ് വരുന്നത്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഷെയ്ഡൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. മസ്റ്റർഡ് യെല്ലോ, നല്ലൊരു മാമ്പഴ മഞ്ഞ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ഉണ്ടായിരുന്നത് യെല്ലോ ഷെയ്ഡായിരുന്നു. അപ്പോൾ അന്ന് ഒത്തിരി കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ യെല്ലോ പിന്നെയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വേറെ അജ്രക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യോക്ക് പാർട്ടിലായിട്ട് മെയിൻലി റെയിൻബോ ബീഡ്സും മിറേഴ്സും ത്രെഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് വരുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് വന്ന് 3/4 ആണ്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. ടോപ്പ് വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആണ്. വിത്ത് ലൈനിങ് ആണ് ടോപ്പിൽ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണിക്കാം. ഇതുപോലെയാണ് ഷെയ്ഡും കാര്യങ്ങളും വരുന്നത്. കറക്റ്റായിട്ട് ഏത് ഷെയ്ഡാണെന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് റെയിൻബോ ബീഡും മിറേഴ്സും ഒക്കെയാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഈ ഒരു കുർത്തി എന്ന് പറയുന്ന ഒരു സാൻഡിൽ പോലത്തെ ഒരു ഷെയ്ഡാണ്. കറക്റ്റ് ഷെയ്ഡ് പറയാൻ പറ്റുന്നില്ല. സ്ലീവ് 3/4 ആണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൽ വരുന്നത്. യോക്കിൽ ഇതുപോലെ തന്നെ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതിനകത്താണ് ഈ യോക്കിൽ ഇത്രയും ഡിസൈനും കാര്യങ്ങളും വരുന്നത്. മിറേഴ്സും റെയിൻബോ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് എന്ന് പറയുന്ന സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. മീഡിയം ടു XXL വരെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് എന്ന് പറയുന്നത് മിറേഴ്സും റെയിൻബോ ബീഡ്സും ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കുർത്തീസാണ് ഇതെല്ലാം. റേറ്റും വളരെ കുറവാണ്. 899 ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. യോക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻബോ ബീഡ്സ് തന്നെ വെച്ചിട്ടൊരു ബോർഡർ ചെയ്തിട്ടുണ്ട്. സ്ലീവ് കൊണ്ട് 3/4 ആണ്. സ്ലീവ് ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല.
47 ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.